രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം 11. അഹസ്യായുടെ അമ്മ അതല്യ തൻ്റെ മകൻ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെ എല്ലാം നശിപ്പിച്ചു. എന്നാൽ യൂരാം രാജാവിൻ്റെ മകളും അഹസ്യായുടെ സഹോദരിയുമായ യഹോശേബ വധിക്കപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യായുടെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും അതല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതിനാൽ അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. അവനെ അവളോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. അതല്യാദേശം വാണു. 7-ാം ആണ്ടിൽ യഹോദായ ആളയച്ച് കാര്യക്കാരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ചു തൻ്റെ അടുക്കൽ ദൈവാലയത്തിൽ വരുത്തി അവരോട് സംഖ്യം ചെയ്തു. അവൻ അവരെ കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ വച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ടത് ശാബത്തിൽ തവണ മാറി വരുന്ന ദിനങ്ങളിൽ 1/3 ഭാഗം രാജഗ്രഹത്തിനും 1/3 ഭാഗം സൂർപ്പടി വാതിൽക്കലും 1/3 ഭാഗം അകമ്പടികളുടെ സ്ഥലത്തിൻ്റെ പിൻപിലുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം. ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങ് പോലെ കാവലായിരിക്കണം. ശാബത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ 2 കൂട്ടം രാജാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ആലയത്തിൽ കാവലായിരിക്കണം. നിങ്ങളെല്ലാവരും താൻ്റെ ആയുധം ധരിച്ച് രാജാവിൻ്റെ ചുറ്റും നിൽക്കണം. ഭേദിച്ചു കിടക്കുന്നവനെ കൊന്നു കളയണം. രാജാവ് പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം നിങ്ങൾ അവനോടുകൂടി ഉണ്ടായിരിക്കണം. യഹോയാദാ പുരോഹിതൻ കൽപ്പിച്ചതുപോലെ ശതാധിപന്മാർ ചെയ്തു. അവർ ശാബത്തിൽ തവണ മാറി വരുന്നവരിലും ശാബത്തിൽ തവണ മാറിപ്പോകുന്നവരിലും താൻ്റെ ആളുകളെ യഹോയാദാ പുരോഹിതന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതൻ ദാവീദ് രാജാവിൻ്റെ വകയായി ദൈവത്തിൻ്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അകമ്പടികളെല്ലാം കയ്യിൽ ആയുധവുമായി ആലയത്തിൻ്റെ വലതുവശം മുതൽ ഇടതുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിൻ്റെ ചുറ്റും നിന്നു. അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടം ധരിപ്പിച്ചു. സാക്ഷ്യപത്രവും അവന് കൊടുത്തു. ഇങ്ങനെ അവർ അവനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി, രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതല്യ അകമ്പടികളുടെയും ജനത്തിൻ്റെയും ആരവം കേട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ജനത്തിൻ്റെ അടുക്കൽ വന്നു. ആചാരപ്രകാരം തൂണിൻ്റെ അടുക്കൽ രാജാവും രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ച് കാഹളം ഊതുന്നതും കണ്ട് അതല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. അപ്പോൾ യഹോദാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു, അവളെ സേനയിലൂടെ പുറത്തു പോകുവിൻ, അവളെ അനുഗമിക്കുന്നവനെ വാൾ കൊണ്ട് കൊല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. ദൈവത്തിൻ്റെ ആലയത്തിൽ വച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അവർ അവൾക്ക് വഴി ഉണ്ടാക്കി കൊടുത്തു. അവൾ കുതിരവാതിൽ വഴി രാജഗൃഹത്തിൽ എത്തിയപ്പോൾ അവളെ കൊന്നു.
അനന്തരം അവർ ദൈവത്തിൻ്റെ ജനമായിരിക്കുമെന്ന് യഹോയാദ ദൈവത്തിനും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. പിന്നെ ദേശത്തെ ജനമെല്ലാം ബാൽ ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും മുഴുവൻ ഉടച്ചു കളഞ്ഞു. ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ച് കൊന്നുകളഞ്ഞു. പുരോഹിതൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കാര്യസ്ഥന്മാരെയും നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും കാര്യക്കാരെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴി രാജഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സിംഹാസനാരോഹണം ചെയ്തു. ദേശത്തുള്ള സകല ജനവും സന്തോഷിച്ചു. നഗരം ശാന്തമായിരുന്നു. അതല്ലിയെ അവർ രാജധാനിക്കരികെ വച്ച് വാൾ കൊണ്ട് കൊന്നു. യഹോവാശ് രാജാവായപ്പോൾ അവന് 7 വയസ്സായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.